ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈവനിങ് നമുക്ക് ചീനി മസാല ഫിഷ് ഫ്രൈ ആണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് ചീനി എടുത്ത് ഐസ് മാറാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് നമുക്ക് തലേദിവസം കട്ട് ചെയ്തിട്ടുള്ള മീൻ എടുക്കാം കേട്ടോ. ഈ മീനാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ മീനിന്റെ പേര് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഇത് ഇന്നലെ അച്ചാച്ച ഈവനിങ് വാങ്ങിയിട്ട് വന്നിട്ടുള്ള മീനാണ് കേട്ടോ. അപ്പോൾ മീനിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അറ്റ പറഞ്ഞു നല്ല മീനാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും വാങ്ങിച്ചോളാം. അപ്പോൾ അതിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പോൾ ആ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചീനിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. മസാല ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർ കണ്ടു നോക്കുക. ഇതിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാമേ. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാതെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം കൊച്ചുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സവാള വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാമേ. എരിവും പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. മീൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് ഇടാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ വരഞ്ഞാണ് ഇട്ടേക്കുന്നത്. ഇത് നമുക്ക് വരയാതെ ഇടാം, അതല്ലെങ്കിൽ പിളർന്നു ഇടാം കേട്ടോ. അങ്ങനെ ആ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ അരപ്പൊക്കെ ഒന്ന് ഈ മീനിന്റെ പുറത്തോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കാവേ. വേണമെങ്കിൽ ഇതൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം, അതല്ല അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് തിരിച്ചു മറിച്ച് വിട്ടെടുക്കാം. എന്നിട്ട് ആ വെള്ളം കൂടെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് നല്ല രീതിയിൽ വേണമെങ്കിൽ ഫ്രൈ ആയിട്ടും എടുക്കാം, അതല്ല കുറച്ച് ഗ്രേവി ആയിട്ടും എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീനിയായിട്ട് ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ ആ നന്നായിട്ട് വെന്ത ചീനിയിലേക്ക് നമ്മുടെ മസാല ഫിഷ് ഫ്രൈ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മസാല തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. മീനിൻ്റെ കാര്യം പിന്നെ പറയേണ്ട, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.